ഹായ് ഫ്രണ്ട്സ്, അശ്വതി മനോജ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഫ്രൈഡേ ആണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരുന്നത് ഫ്രണ്ട്സിന്റെ കൂടെ. അപ്പം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്, അതിനുവേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഓൾറെഡി മോൻ ചെസ് ക്ലാസ്സിന് രാവിലെ കൊണ്ടുവിട്ടിട്ടുണ്ട്. അപ്പം അവനെ അവിടെ നിന്ന് എടുത്തിട്ട് വേണം നമുക്ക് സിനിമ കാണാൻ പോകാൻ. 12:25 ഷോ ആണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. ഓൾമോസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോഴും ഓൾമോസ്റ്റ് ഒക്കെ ഫില്ലായിട്ടുണ്ട്. പിന്നെ നോക്കാം. ഇപ്പം എംപുരാനെ കുറിച്ചുള്ള പല ക്യാമ്പയിൻസ് നടക്കുന്നുണ്ടല്ലോ, ഹേറ്റ് ക്യാമ്പയിൻസും BJPക്കാരെതിരെ CPMക്കാരെതിരെ എന്നൊക്കെ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഇത് എപ്പോഴും സംഭവിക്കുന്ന ഒരു പടമല്ലല്ലോ. അപ്പം നമ്മള് ഒരു വട്ടം ഇതുപോലുള്ള സിനിമകൾ കണ്ടിട്ട് അവരവരുടേതായ രീതിയിലുള്ള വിലയിരുത്തലുകൾ നടത്തുക. എല്ലാ പടങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പൊ ചില ആൾക്കാരുടെ ടേസ്റ്റ് ഒരുപോലെ ആയിരിക്കത്തില്ല, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇപ്പൊ ഏത് പടമാണെങ്കിൽ പോലും ചില ആൾക്കാർക്ക് ആ പടം ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം അവരവരുടെ രീതിയിൽ ആ പടം കണ്ട് അതിനെ വിലയിരുത്തി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഉള്ള ഈ ഹേറ്റ് ക്യാമ്പയിൻസും ഒക്കെ, അത് മാത്രമല്ല സിനിമ എന്ന് പറഞ്ഞ ഒരു വലിയ പരിപാടി നമ്മൾ നിലനിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണല്ലോ. നമുക്കൊരു എന്റർടൈൻമെന്റ് എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഈ ബിസി ജീവിത ലൈഫിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം, എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സിനിമയിലും കൂടെ ഒക്കെ ആണല്ലോ നമ്മളത് എല്ലാവരോടും. സിനിമ എപ്പോഴും ഒരു കൂട്ടായ്മയുടെയും കൂടെ ഒരു ഇതാണ്. നമുക്ക് ഫ്രണ്ട്സുമായിട്ട് ഒരുമിച്ച് പോകാം. ഇപ്പം ബാച്ചിലേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിലും എല്ലാവർക്കും അങ്ങനെ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് എപ്പോഴും ഫിലിം. പിന്നെ ബാച്ചിലേഴ്സ് ലൈഫിലുള്ളപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എൻജോയ്മെന്റ് ഉണ്ട്. നമുക്ക് സിനിമ കാണാൻ പോകുമ്പോഴൊക്കെ ബാച്ചിലേഴ്സിന് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് എപ്പോഴും ഫാമിലീസിന് കൂടെ പോകുന്നതിനേക്കാളിലും കൂടുതൽ നമ്മൾ പലപ്പോഴും എൻജോയ് ചെയ്തിട്ടുള്ളത് ബാച്ചലർ ലൈഫിൽ നമ്മൾ. അതുപോലെ സ്കൂൾ ടൈമിലൊക്കെ സ്കൂൾ കട്ട് ചെയ്തിട്ടൊക്കെ സിനിമ കാണാൻ പോയപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് നമുക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്താണല്ലോ. അപ്പം ഇന്നൊരു ഫാമിലി എല്ലാവരോടും ഞങ്ങളുടെ ഒരു ക്ലോസ് ഫാമിലി ഉണ്ട് ഇവിടെ. വേറെ ആളോടുണ്ട്. അവർ ഓൾറെഡി നമ്മൾ ഒരു മിസ്മാച്ചിങ് സംഭവിച്ചതുകൊണ്ട് അവർ ഈവനിങ്ങിലെ ടിക്കറ്റ് എടുത്തത്. അപ്പം അവര് വൈകിട്ടാ പോകുന്നത്, ധനാമാളിലെ ലുലുവിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഈ അട്രേമാളിലെ ലുലുവിൽ പോയാണ് കാണുന്നത്. നോക്കാം എന്താകും. ഓക്കെ, അങ്ങനെ കണ്ണപ്പനെ നമ്മൾ ചെസ് ക്ലാസ്സിൽ നിന്നൊക്കെ എടുത്ത്, അവൻ അർജുൻ ചെസ് അക്കാദമിയിലാണ് പഠിക്കുന്നത്. അത് മനാമയിലായിട്ടാണ്. ആഴ്ചയിൽ 2 ദിവസമാണ് ക്ലാസ് ഉള്ളത്. അങ്ങനെ നമ്മൾ ഇനിയും തിയേറ്ററിലോട്ട് പോവുകയാണ്. എമ്പുരാൻ കാണാനായിട്ട് വളരെ എക്സൈറ്റഡ് ആണ്. കണ്ണപ്പനും നല്ല ബഹളമൊക്കെ വെച്ചിരിപ്പുണ്ട് സിനിമ കാണാനായിട്ട് വേണ്ടി. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. തിയേറ്ററിൽ പാർക്കിംഗ് ബേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇങ്ങനെ നല്ല തിരക്കുണ്ട് ഇപ്പോഴും. അന്ന് വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ തിരക്കുണ്ട്. ഉച്ചയായിരിക്കും കൂടി നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ണപ്പൻ അമ്മയുടെ ബാഗൊക്കെ തൂക്കിയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിലെത്തി. ടോപ്പ് ഫ്ലോറിലാണ് അട്രിയമാളിൽ തിയേറ്റർ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഒത്തിരി ഉണ്ട്. അവരെല്ലാവരും ഫുള്ള് എമ്പുരാനോടുള്ള സപ്പോർട്ട് ആയിട്ട് ഫുള്ള് ബ്ലാക്കിലാണ് എല്ലാവരും. അമ്മയും അവരെല്ലാവരും, മക്കളും എല്ലാം ഫുള്ള് ബ്ലാക്ക് ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ്, ഓൾറെഡി ഇവിടെ ഈദ് ടൈമായതുകൊണ്ട് സ്നാക്സ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. എങ്കിലും ഞങ്ങൾ സ്നാക്സ് ഒക്കെ എടുത്ത് ബാഗിനകത്തൊക്കെ വെച്ചിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ കഴിക്കാം. മക്കളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിയേറ്ററിൻ്റെ അടുത്തെത്തി. ഇപ്പം ഒരു 5 minutes കൂടെ ഉള്ളൂ ഇനി ഇത് തുടങ്ങാൻ വേണ്ടി. അങ്ങനെ ഓക്കെ, തുടങ്ങാറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവർ ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുത്തെ സെക്കൻഡ് സ്ക്രീനിലായിട്ടാണ്. അവിടെ നമ്മുടെ അട്രിയമാളിൽ തന്നെ, സിനിപോളിൽ തന്നെ നല്ല വലിയ സ്ക്രീനുള്ളത് ഈ സ്ക്രീൻ നമ്പർ 2-ലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനകത്ത് തന്നെ ടിക്കറ്റ് എടുത്തത്. അങ്ങനെ നമ്മുടെ പടം തുടങ്ങുകയാണ്. ഓൾമോസ്റ്റ് അവിടുത്തെ എല്ലാ സ്ക്രീനിലും എമ്പുരാനാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 1-2 സ്ക്രീൻ ഒഴിച്ചോ ബാക്കി എല്ലായിടത്തും എമ്പുരാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ. എങ്ങനെയുണ്ടായിരുന്നു മൂവി? വേറെ വേറെ അഭിപ്രായമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. പടം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പടം, സൂപ്പർ പടം.
എങ്ങനെ ഉണ്ടായിരുന്നു പടം? പടം നല്ല സൂപ്പർ പടം കേട്ടോ. നമ്മൾ എക്സ്പെക്ട് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൃഥ്വിരാജിന്റെ മോഹൻലാലിന്റെ ഒരു കോമ്പിനേഷൻ സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഞങ്ങൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ. അതിന് മേക്കിംഗ് ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള മേക്കിംഗ് ആണ്. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പടം മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. നല്ല മേക്കിംഗ്, പടം പൊളിയാ. അങ്ങനെ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്നുണ്ട്. നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഇതുപോലെ റൗണ്ടായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഇതിനകത്ത് മൊബൈൽ എടുത്തുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ എമ്പുരാൻ സിനിമ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു അഭിപ്രായം, ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ നമ്മൾ സിനിമയെക്കുറിച്ച് പറയാമെന്ന് നമ്മൾ വിചാരിച്ചു. മെയിനായിട്ട് പടം ഓവറോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിക്കായാലും ഞങ്ങൾക്കായാലും ഒക്കെ പടം ഇഷ്ടപ്പെട്ടു. പൊതുവേ ഞങ്ങൾ അവിടെ വന്ന സമയത്തുള്ള വലിയ ക്ലൗഡിനോട് ആൾക്കാരോടെല്ലാം ചോദിച്ചപ്പോഴും എല്ലാവർക്കും പടം ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാതെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂ ഒന്നും ആരും പറയുന്നില്ല. പടം ഇഷ്ടമല്ല എന്നൊന്നും പറയുന്നില്ല. നല്ല മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് ഒന്ന് രണ്ട് ഈ കാര്യങ്ങൾ ഒരു എതിരഭിപ്രായം എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിയത്, ഒന്ന് തുടക്കത്തിൽ ഒന്ന് രണ്ട് സീൻസ് നമ്മൾ ഈ പൃഥ്വിരാജിനെ പോലെ അല്ലെങ്കിൽ മോഹൻലാലിനെ പോലെയുള്ള ഒരു ആക്ടറുടെ ഫിലിമിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്ന് രണ്ട് ഷോർട്സ്, ഒന്ന് രണ്ട് സീൻസൊക്കെ നമുക്ക് അതൊക്കെ ഒഴിവാക്കാമായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ഫാമിലിയായിട്ടും മക്കളുമായിട്ടൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെയുള്ള ചില സീൻസൊക്കെ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റീവാണ്. നമുക്ക് പിള്ളേർ കൂടെ ഉള്ളപ്പോൾ നമുക്കത് അങ്ങനത്തെ സീൻസ് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതർവൈസ് ബാക്കിയുള്ള അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. പിന്നെ എല്ലാ സീനും നല്ല രസമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു മേക്കിംഗ് ഒക്കെ പൃഥ്വിരാജിനെ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ മലയാള സിനിമയിൽ ഇതുവരെയും കാണാത്ത രീതിയിലുള്ള മേക്കിംഗ്. മെയിനായിട്ട് ഒന്ന് രണ്ട് ഷോട്ട്സ് നമുക്ക് എടുത്തു പറയാൻ പറ്റും. നമ്മൾ ആ നെടുമ്പള്ളി എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമത്തിൽ കാണിക്കുന്ന ഒരു ആകാശ ഷോട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിലാണ് എടുത്തേക്കുന്നത്. നല്ല നമുക്ക് ഇതുവരെയും നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെയും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മാർവലസ് ആയിട്ടുള്ള ഷോട്ട് ഇപ്പം അതുപോലെ വെളി രാജ്യങ്ങളിൽ പോയിട്ടുള്ള ഷോട്ടുകളൊക്കെ ആണെങ്കിൽ കൂടി നല്ല വൈഡ് ആംഗിൾ ഷോട്ട് മനോഹരമായിട്ട് തന്നെ പൃഥ്വിരാജ് അത് ചെയ്തെടുത്തിട്ടുണ്ട്. പൃഥ്വിരാജ് ആണെങ്കിൽ പോലും മറ്റേ നമ്മുടെ സിനിമാറ്റോഗ്രാഫി ചെയ്ത സുജിത് വാസുദേവ് ആണെങ്കിലും അവരെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനത്തുള്ള കാര്യങ്ങൾക്കൊക്കെ അത് നല്ല രീതിയിൽ ആ ഷോർട്സ് എല്ലാം അവർ ക്യാരി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പടത്തിലുടനീളം ഈ ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയുന്നൊരു സംഭവം പൃഥ്വിരാജ് ആകെ 3 പടമേ ചെയ്തിട്ടുള്ളൂ. ഇതും കൂടെ ചേർത്ത് 3 പടം ചെയ്തിട്ടുള്ളെങ്കിൽ കൂടി നല്ല രീതിയിൽ നല്ല നമുക്ക് കണ്ണിന് കുളിർമ ഏകുന്ന രീതിയിലുള്ള നല്ല ഷോട്ട്സ്. മെയിനായിട്ട് പൃഥ്വിരാജ് പല വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ പല അന്യഭാഷാ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കും. നമുക്ക് ഒരു വൺ ടൈം വാച്ചബിൾ എന്നല്ല, പല ആൾക്കാരും ഞാൻ കേട്ടിട്ടുണ്ട് വൺ ടൈം വാച്ചബിൾ എന്നല്ല. ഈ പടം നമ്മൾ ഇതുപോലെ തിയേറ്ററിൽ വലിയൊരു ഫ്രെയിമിൽ തന്നെ കണ്ടാലേ ആ പടത്തിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള നമ്മുടെ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. ഫുള്ളായിട്ടുള്ള നമ്മുടെ ഒരു ആ പടം അവർ എങ്ങനെയാണ് ക്യാരി ചെയ്തേക്കുന്നതെന്ന് തുടക്കം മുതലുള്ള ഇത്രയും അവരുടെ എഫേർട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. എല്ലാവരും ഈച്ച് ആൻഡ് എവരി വൺ എല്ലാവരും ഈ സിനിമ കണ്ടിട്ട് അവരവരുടെ രീതിയിലുള്ള വിലയിരുത്തലുകൾ പല റിവ്യൂവേഴ്സും പറയുന്ന നെഗറ്റീവ് കമൻസോ അല്ലെങ്കിൽ ഹേറ്റേഴ്സ് പറയുന്നത് കേട്ട് പടം കാണാതിരിക്കുന്നതിനോട് എനിക്കൊരു അഭിപ്രായമില്ല. എല്ലാവരും അവരവരുടെ രീതിയിൽ പടത്തെ വിലയിരുത്തുകയാണ് എപ്പോഴും നല്ലത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ മലയാള സിനിമയാണെങ്കിലും പൊതുവെ സിനിമാ മാധ്യമം തന്നെ നിലനിൽക്കേണ്ടത് എല്ലാവരുടെയും ഇനിയുള്ള തലമുറയ്ക്കാണെങ്കിലും പഴയ തലമുറയ്ക്കായാലും സിനിമ എന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴും ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ആയതുകൊണ്ട് ഇത് നിലനിൽക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പം പരമാവധി ആൾക്കാർ ഇതുവരെയും കാണാത്ത ആൾക്കാരാണെങ്കിലും പരമാവധി ആൾക്കാർ പോയി കാണുക. എന്നിട്ട് അവിടെ നിങ്ങളുടേതായ വിലയിരുത്തൽ നിങ്ങൾ നടത്തുക. അതുപോലെ തന്നെ ഈ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ക്യാരക്ടറിൽ തന്നെ ഈ മോഹൻലാലിൻ്റെ ഇപ്പോൾ 2 ക്യാരക്ടറായിട്ടാണല്ലോ എമ്പുരാനിൽ കാണിച്ചേക്കുന്നത്. അതിൽ ഖുറേഷി എബ്രഹാം എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ പൊതുവെ നമുക്ക് ആ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ ക്യാരക്ടർ എൻ്റർ ചെയ്യുമ്പോഴും അതുപോലെ ഖുറേഷി എബ്രഹാം എന്ന് പറഞ്ഞ ക്യാരക്ടർ എൻ്റർ ചെയ്യുമ്പോഴും ഉള്ള രണ്ട് വ്യത്യാസം എന്ന് പറയുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ പേരും അതുപോലെ തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളി എൻ്റർ ചെയ്യുമ്പോഴും നമുക്ക് എങ്ങനെയോ ഒരു ഗൂംസ് ബംസ് വരുന്നുണ്ട്. ഈവൻ ആ ഒരു കാറ് ഒരു ഷോട്ടിനകത്ത് മഞ്ജു വാര്യരുടെ
കൊണ്ടുപോകാനായിട്ട് ആ നെടുമ്പള്ളിയുടെ കാറ് വരുമ്പോൾ പോലും നമുക്ക് ആ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഖുറേഷി എബ്രഹാം എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ വരുമ്പോൾ നമുക്കത് തോന്നുന്നില്ല. എന്തുകൊണ്ടോ ലൂസിഫറിൽ നമ്മൾ അത്രത്തോളം സ്റ്റീഫൻ നെടുമ്പള്ളിയെ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം നമുക്കത് തോന്നുന്നത്. പിന്നെ ലൂസിഫറും എമ്പുരാനും വെച്ചുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ലൂസിഫർ എന്ന് പറഞ്ഞ പടം കേരളത്തെ ബേസ് ചെയ്തിട്ട് കേരള രാഷ്ട്രീയവും അവിടുത്തെ നോർമലി ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് കൂടുതലും അതിനകത്തൊരു 90% പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എമ്പുരാനിൽ എത്തുമ്പം കേരളത്തിന് വെളിയിലുള്ള ഖുറേഷി എബ്രഹാമിന്റെ കുറച്ച് ഡീൽസും കാര്യങ്ങളും പിന്നെ കുറച്ച് കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളും അങ്ങനെ. പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫറിൽ പറഞ്ഞ അത്രയും എഫക്റ്റീവായിട്ട് നമുക്ക് എമ്പുരാനിൽ കാണാൻ പറ്റുന്നില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇനി ഫ്യൂച്ചറിൽ കേരളത്തിൽ നടക്കാൻ പോകാൻ പോകുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ചിലപ്പോൾ അത് നടന്നേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള ചില സംഗതികൾ ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് മുരളി ഗോപിയുടെ റൈറ്റിംഗ് സ്കില്ല് നമുക്ക് നേരത്തെ പല പടങ്ങളിലും നമുക്ക് കണ്ടിട്ടുള്ളതാണ്. ഈ പടത്തിലും ചില ചെറിയ ചെറിയ പോരായ്മകൾ ഒഴിച്ചാൽ ബാക്കി ഓവറോൾ ഗുഡാണ്. നമ്മളിനി L3 വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. L3 അവസാനം കാണിച്ചു വെക്കുന്നുണ്ട്. L3 കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നൊക്കെ ഒരു ചില പ്രഡിക്ഷൻസ് ഒക്കെ ആ സിനിമയുടെ എൻഡിലായിട്ട് പൃഥ്വിരാജ് കാണിക്കുന്നുണ്ട്. പൊതുവെ ഓവറോൾ പടം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പൊതുവെ നമ്മുടെ ഇവിടെ തന്നെ ബേറിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലുള്ളയും പല ആൾക്കാരോട് ചോദിക്കുമ്പോൾ എല്ലാവർക്കും പടം ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഈ ഹേറ്റേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ ഇത് ഒരു വിവാദമാക്കിക്കൊണ്ട് പടം ഇനി അങ്ങനെ ഉണ്ടല്ലോ, ചില പടങ്ങളൊക്കെ വിവാദമാക്കിക്കൊണ്ടായിരിക്കും പടം വലിയ രീതിയിൽ സക്സസ് ചെയ്യുന്നത്. ഇനി അതിൽ കൂട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണോ, അല്ലെ ഒരു പടത്തിൻ്റെ രീതിയിൽ കണ്ടിട്ട് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവമില്ല. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയുന്നത്, ഇതിനകത്ത് ഒത്തിരി ഭാഗങ്ങളിലും ഹിന്ദി ഡയലോഗ്സ് ഉണ്ട്. അപ്പം നമ്മളെ കേരളത്തിലെ അറിയാമല്ലോ, കേരളത്തിലെ അപേക്ഷിച്ച് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരിലും ഇപ്പം വെളിയിലൊക്കെ പോയവർക്കാണ് ഹിന്ദി എളുപ്പമെന്ന് അവർക്ക് പ്രശ്നമില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഹിന്ദി ഡയലോഗ്സ് എളുപ്പമൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല പറയുന്ന കാര്യങ്ങൾ. പിന്നെ കേരളത്തിൽ ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും. കേരളത്തിൽ കാരണം സബ്ടൈറ്റിൽസ് മലയാളത്തിലായിരിക്കും എഴുതി കാണിക്കുന്നത്. ഇവിടെയൊക്കെ അറബിക്കിലും ഇംഗ്ലീഷിലും എഴുതി കാണിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഈ പ്രായമുള്ളവർക്കും അങ്ങനെയുള്ളവർക്കും ഒക്കെ ചില ആ സമയം മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഒഴിച്ചാൽ ഓവറോൾ പടം നല്ല പടമാണ്. എല്ലാവരും പോയി കാണുക. അതും തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്ററിൽ പോയി കണ്ടാലേ ആ ഒരു വിഷ്വൽ എഫക്റ്റും ആ ഷോട്ടിൻ്റെ ഒക്കെ ഒരു വൈഡ് ആംഗിൾ ഷോട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അതൊന്ന് നമുക്ക് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ മലയാള സിനിമയിൽ നമ്മൾ കാണാത്തൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാവരും ഇനിയും കാണാത്ത ആൾക്കാരെല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. നമ്മുടെ മലയാള സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യൻ സിനിമയിലും അതുപോലെ ലോകമെമ്പാടും മലയാള സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് പൃഥ്വിരാജും മോഹൻലാലും മുരളിയും എല്ലാം കൂടി ചേർന്ന് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറയുന്ന പല ആൾക്കാരുടെയും ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് ആയിരിക്കും. എല്ലാവരുടെയും ഒരുപോലെ ടേസ്റ്റ് ആയിരിക്കത്തില്ല. ചിലപ്പം പല സിനിമകൾ ഇപ്പം ഇന്ത്യൻ സിനിമകളിൽ ഇറങ്ങിയ പല ഹിറ്റ് സിനിമകൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടായിരിക്കും. അത് ഓരോരുത്തരുടെ ടേസ്റ്റാണ്. അപ്പം നമ്മളുടെ രീതിയിൽ പോയി സിനിമ കാണുക. വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ സിനിമ കണ്ടു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നമ്മൾ ലൂസിഫർ അത്രത്തോളം വിജയമായതുകൊണ്ടാണ് നമ്മൾ വലിയൊരു എക്സ്പെക്റ്റേഷൻ ഇതുപോലുള്ള സിനിമകളിൽ സെക്കൻഡ് പാർട്ടൊക്കെ ഇറങ്ങുമ്പോൾ വെക്കുന്നത്. അപ്പം വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ലെങ്കിൽ കൂടി നമുക്ക് വാച്ചബിൾ ഫിലിമാണ്. ഒരിക്കലും പൈസ നഷ്ടം വരത്തില്ല. നമ്മൾ L3 വേണ്ടി L3 അടുത്തത് ഇനി L3 വന്നാലും നമ്മൾ ഇനി L2 ചെറിയ ചെറിയ വാളിച്ചുകൾ ഉണ്ടെന്നും പറഞ്ഞ് കാണാനൊന്നും ഇരിക്കത്തില്ല. L3 വരുമ്പോൾ ഇതിലും വലിയ ഓളത്തിലായിരിക്കും വരുന്നത്. നമ്മൾ എന്തായാലും അതും കാണും. അതിനുവേണ്ടി കട്ട വെയിറ്റിങ്ങിലുമാണ്. ഓക്കെ ബൈസ്, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ കണ്ണപ്പൻ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റും ചെയ്യുക. ബൈ.